ഒരു തെരുവ് വേശ്യ കാണിക്കുന്ന എന്താണെന്ന് നിങ്ങൾ കാണണ്ടേ? ഒരു തെരുവ് വേശ്യ കാണിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടു കാണും. ഞാനിതിലൊന്നും കാണുന്നില്ല. ഒരുപാട് യൂട്യൂബർമാർ ഇവൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് വീഡിയോ മാത്രമല്ല, ഞാനിതാ DGPക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ് ഈ തെരുവ് വേശ്യക്കെതിരെ. കാരണം ഇവളൊക്കെ വെറും തെരുവ് വേശ്യകളാണ്. ഓരോ ദിവസം ഒന്നിലധികം പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവൾ നല്ല പിള്ള ചമയുവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രായമായ ഓരോ പുരുഷന്മാരെ അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവർക്കും അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടാവും, പെമ്മക്കളുണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ മുൻപിൽ ആത്മഹത്യയുടെ വക്കിൽ എത്തിക്കുന്ന കേസുകളാണ് ഇതൊക്കെ. അയാൾ യാതൊന്നും ചെയ്യുന്നില്ല, അയാൾ ബസ്സിൽ വെറുതെ ഇരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്കുമാറാണ്. എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഇവളിലേക്ക് എത്തണം. ഇതിലൊരു ഓഫറും കൂടി തരുന്നുണ്ട്. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ 10,001 രൂപ ഇവളുടെ ഡീറ്റെയിൽസ് എടുത്ത് തരുന്നവർക്ക് ഞാൻ സമ്മാനമായിട്ട് തരും. 10,001 രൂപ വലിയ എമൗണ്ടൊക്കെ തരേണ്ടതാണ്. പക്ഷേ ഇതൊരു കേസ്, അതുപോലെ നമ്മുടെ സംഘടനയുടെ കുറച്ച് ബുദ്ധിമുട്ടും കൂടി നോക്കിയിട്ടാണ്. അപ്പോൾ 10,001 രൂപ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരും ഈ തെരുവ് വേശ്യയുടെ ഡീറ്റെയിൽസ് എടുത്ത് തരികയാണെങ്കിൽ. ഇന്ന് ഞാനിതായിട്ടിപ്പോൾ DGPക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്. DGPക്ക് പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവളുടെ വീട്ടിൽ കയറി ഇവളുടെ മണ്ടയടിച്ച് പൊട്ടിക്കുക എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. കാരണം ഇങ്ങനെ ഒരു തെരുവ് വേശ്യകൾ ഇവിടെ ഒരു പുരുഷന്റെ ജീവിതം വെച്ച് അമ്മാനമാടാൻ പാടില്ല. ശക്തമായിട്ട് തന്നെ ഇടപെടും, ഒരു മാറ്റവുമില്ല. ഇവിടെ KSRTC ബസ്സിൽ സീറ്റ് സംവരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിന് നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ പുരുഷന്മാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അവർക്കൊക്കെ സംവരണം അനുവദിച്ചു. പക്ഷേ പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംവരണമില്ല. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പെൺകുട്ടികളെല്ലാം സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞു കിടന്നാൽ പോലും ജനറൽ സീറ്റുകളിലേക്ക് വന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പുരുഷന്മാർ എവിടെ പോയിരിക്കുമെന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് പുരുഷന്മാർക്ക് സംവരണം വേണം ട്രാൻസ്പോർട്ട് ബസ്സിൽ. ഇമാതിരിയുള്ള തെരുവ് വേശ്യകൾ കയറി ബസ്സിലിരുന്നിട്ട് പ്രായമായ എന്ന് വെച്ചാൽ 50 വയസ്സിന് മേളിൽ 60 വയസ്സൊക്കെ പ്രായമായിട്ടുള്ള ചേട്ടന്മാരുടെ അടുത്താണ് പോയിരിക്കുന്നത്. ഇരുന്നിട്ട് അവർ വീഡിയോ ചെയ്തിട്ട് ഒരിടത്തും എത്തുന്നില്ല, റീച്ച് കിട്ടുന്നില്ല. റീച്ച് കിട്ടാതെ അവളെ അച്ഛനെ പോയി വേണം അവൾ ചെയ്യാൻ. ഒരുപാട് പിതാക്കന്മാർ ഇതുപോലുള്ള തേജോവധങ്ങൾ ചെയ്യുന്നുണ്ട്. അച്ഛന്മാരെന്ന് ഞാനത് പറയാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരെ വരെ പോക്സോ കേസിൽ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുക്കുന്ന നാടാണ് നമ്മുടെ കേരളം. അപമാനമാണിത്. എന്ത് തെമ്മാടിത്തരമാണ്. ഈ വീഡിയോയിൽ യാതൊന്നും അയാൾ ചെയ്യുന്നില്ല. ഇവളൊക്കെ ചെയ്യുന്ന എന്താണെന്നറിയോ? അങ്ങോട്ട് പുരുഷന്മാരെ കയറി തട്ടി മുട്ടി ഇത്തിരി തോണ്ടി വിടും, എന്നുവെച്ചാൽ ഇളക്കി വിട്ടിട്ട് എന്നിട്ട് അത് അയാളൊന്ന് ഇളവി കഴിയുമ്പോൾ വീഡിയോ പിടിച്ചെടുത്ത് വൈറലാക്കാൻ വേണ്ടി ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ട് വൈറലാക്കും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവിടുത്തെ പുരുഷന്മാർക്കും ഇല്ല. അതാണ് പ്രശ്നം. പെണ്ണുങ്ങൾക്കും ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ. റീച്ചിന് വേണ്ടി എന്ത് തോന്നിയവാസം കാണിക്കാമെന്ന് പറഞ്ഞാൽ. എന്തായാലും ഞാൻ ഇപ്പോൾ DGPക്ക് പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുത്ത് നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പെൺകുട്ടിയുടെ ചുറ്റുപാടുള്ളവരാരെങ്കിലുമൊക്കെ കാണുമല്ലോ, കാണണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞത്. എല്ലാവരും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് അവരുടെ അടുത്ത് എത്തണം. ഞാൻ ക്യാപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ എന്നെ വിളിക്കുക. എന്നെ വിളിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് തരണം. അവളുടെ വീട്ടിൽ കയറി മണ്ടയടിച്ച് പൊട്ടിക്കുക, ഒരു മാറ്റമില്ല. ഇങ്ങനെ റീച്ച് കയറ്റാൻ വേണ്ടി വരുന്നത്. നിങ്ങളെ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ പോലും നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല ഈ വീഡിയോ എടുത്തിടേണ്ടത്. പോലീസിന് കൊടുത്ത് പരാതി കൊടുക്കണം. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അല്ല തോന്നിയ ദിവസം കാണിക്കല്ല. പുരുഷന്റെ ജീവിതം വെച്ച് അമ്മാനപ്പെടാത്ത ഞങ്ങൾ സമ്മതിക്കില്ല. ആ പരിപാടി വേണ്ട, നിർത്തിക്കൊള്ളണം. ഇത് ഇവിടെ വെച്ച് ഒരു റീച്ചും ഇല്ലെങ്കിലും നേരെ കയറി ഇതുപോലുള്ള ഒരു സാമാനം ചെയ്ത് 5 മില്യനൊക്കെയാണ് കഴിഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? 5 മില്യനോ 50 എന്തൊക്കെ അത്രത്തോളം റീച്ചിൽ പോയ ഒരു വീഡിയോ എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതുപോലുള്ള ചെറ്റത്തരം പിടിച്ച നാറികളെ നമ്മൾ മണ്ടയടിച്ച് പൊട്ടിക്കണം. ജീവിതത്തിനുള്ളിൽ ഒരു വീഡിയോ ചെയ്യരുത്. അവരുടെ അക്കൗണ്ടും പൂട്ടിക്കണം. അതിനുവേണ്ടിയുള്ള നടപടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. ഇവിടെ മുൻപ് ഞാൻ സവാദിൻ്റെ കേസ് ഇടപെട്ടതും ഇതുപോലെ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൽ ഒരുപാട് ഒതുങ്ങുകയും ചെയ്തു. ഈ സവാദിൻ്റെ കേസിൽ ഇടപെട്ടു എന്ന് ഭയങ്കര സംഭവമായിട്ട് പറയുന്നു. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം ഒരു പുരുഷനെ ട്രാപ്പിലാക്കാൻ പറ്റുമോ അറിയോ? സവാദിൻ്റെ കേസ് അന്ന് ആ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. അയാൾക്കെതിരെ പരാതി കൊടുത്തു, ഒരു ഉണ്ടയില്ല അതിനകത്ത്. ഇനി രണ്ടാമത് അദ്ദേഹത്തെ പിടിച്ചു എന്ന് പറഞ്ഞു. ഈ പരാതി കൊടുത്ത പെണ്ണ് അവളുടെ ഭാഗം ശരിയെന്ന് കാണിക്കുവാൻ വേണ്ടി രണ്ടാമതും ട്രാപ്പിലാക്കി അല്ല എന്ന് നമ്മൾ കണ്ടോ? കാര്യം രണ്ടാമത്തെ പരാതിക്കാരി ആരെന്നറിയില്ല, അവളുടെ ഡീറ്റെയിൽസ് അറിയില്ല, വീഡിയോ ഇല്ല, ഒന്നുമില്ല. അയാളെ പിടിച്ച് റിമാൻഡ് ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. എന്ത് കേസ്? ഇതുപോലുള്ള കേസ്. മൂന്നാമത് പിടിച്ചു എന്ന് പറയുന്നത്. മൂന്നാമത് ഒരു ഉണ്ടയും പിടിച്ചതല്ല. ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാമെന്ന് അദ്ദേഹത്തെ വളഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഞങ്ങൾ ഇടപെട്ടാലേ നടക്കത്തുള്ളൂ. ഇടപെടുന്ന കാരണങ്ങൾ ഇതാണ്. നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ മകനും നിങ്ങളുടെ സഹോദരനുമൊക്കെ നിങ്ങളുടെ ഭർത്താവിനുമൊക്കെ ഇമാതിരി കേസുകൾ വരാതിരിക്കണമെങ്കിൽ ശക്തമായിട്ട് ഇതിൽ ഞങ്ങൾ ഇടപെടണം. അപ്പോൾ ഞങ്ങൾ ഇടപെടുമ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഇതുപോലുള്ള തേപിടിച്ചികളെ നിലയ്ക്ക് നിർത്തണം. അതാണ് ചെയ്യേണ്ടത്. ഇമാതിരിയുള്ള തേപിടിച്ചികളെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. അവിടെ ഏതെങ്കിലും രീതിയിൽ ഇതിലൊന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഏതെങ്കിലും കേസ് ഇനി വേറൊരു കേസ് ഉപദ്രവിച്ചെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങൾ പോലീസിനാണ് കൊടുക്കേണ്ടത്, അല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല ഇടേണ്ടത്. കഴിവേർക്ക് എൻ്റെ വായിൽ നല്ല തെറിയ വരുന്നത്. അപ്പോൾ എല്ലാവരും പേജ് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് അവളുടെ അടുത്തെത്തണം. അവളുമായിട്ട് ബന്ധപ്പെട്ട എനിക്കവരെ അയച്ചു തരണം ഡീറ്റെയിൽസ് ഇവളുടെ. അത് മാത്രമല്ല, ഈ ചേട്ടൻ്റെ ഈ പുള്ളിക്കാരൻ എന്നെ സമീപിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആരെങ്കിലും ഒന്ന് തരൂ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കട്ടെ. അദ്ദേഹത്തിന് കംപ്ലീറ്റ് നിയമസഹായം കൊടുക്കും. ഏറ്റവും കുറഞ്ഞ 1 കോടി രൂപ നഷ്ടപരിഹാരം വാങ്ങി കൊടുക്കണം ഈ പെണ്ണുമ്പിള്ളയുടെ നിന്ന്, ഈ തേവിടിച്ചിയുടെ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കും. അതിനുവേണ്ടി അദ്ദേഹം എന്നെ വിളിക്കട്ടെ. നടപടികൾ നമുക്ക് ഉണ്ടാക്കാം. ഒരു 5 പൈസ അദ്ദേഹത്തിന് ചിലവില്ലാതെ ഈ സംഘടന വഹിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. ഞാൻ DGP ഓഫീസിൽ നിന്ന് പരാതി കൊടുക്കുകയാണ്. നടപടികളുണ്ടാവും. നന്ദി, നമസ്കാരം.